ഇതിപ്പോ ആദ്യമായിട്ടല്ല, 2017 മഹാരാജാസ് കോളേജിലേക്ക് ഒരുവിധം ഒരു 10-30 SFIക്കാർ കയറി ചെന്നിട്ട് പ്രിൻസിപ്പളിന്റെ കസേര കത്തിച്ചത് ഓർമ്മയുണ്ടോ? പ്രിൻസിപ്പളിന്റെ മുറിയിലേക്ക് കടന്നു കയറിയിട്ട് പ്രിൻസിപ്പളിന്റെ കസേര കത്തിക്കുക. ഒരു പ്രിൻസിപ്പൾ റിട്ടയർ ആയിട്ട് പോകുമ്പോൾ അവർക്ക് കുഴിമാടം ഉണ്ടാക്കുക. അവർക്ക് കുഴിമാടം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് MA ബേബിയെ പോലെയുള്ള അവരുടെ നേതാക്കന്മാർ പറയുന്നത് അത് ഒരു കലാപ്രവർത്തനമാണ്, ആർട്ട് ഇൻസ്റ്റലേഷൻ ആണെന്നാ പറഞ്ഞത്. ഒരു പ്രിൻസിപ്പൾ പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് കുഴിമാടം ഒരുക്കുന്നത് ഒരു ആർട്ട് ഇൻസ്റ്റലേഷൻ ആണെന്ന് വ്യാഖ്യാനിക്കുന്ന നേതാക്കളാണ് അവർക്കുള്ളത്. അതുകൊണ്ട് അവരിൽ നിന്ന് ഇതിന് ഏതെങ്കിലും തരത്തിൽ അവർ ദുഃഖിക്കുകയോ സിദ്ധാർത്ഥന്റെ ഒരു മനുഷ്യജീവൻ എടുത്തല്ലോ ഞങ്ങൾ എന്ന വേദന വരികയില്ല. ഒരുപക്ഷെ രാവണന് പോലും സീതയെ തട്ടിക്കൊണ്ടു പോയതിൽ ദുഃഖം ഉണ്ടായിരുന്നിരിക്കുക, SFIക്കാർക്ക് ഉണ്ടാവും വിചാരിക്കേണ്ട. കാരണം അത്രയ്ക്ക് മോശപ്പെട്ട ഒരു മനസ്ഥിതിയുള്ള നേതാക്കന്മാരുടെ കുഞ്ഞു മക്കളാണ്, അവർ പാലൂട്ടി വളർത്തുന്നവരാണ്, അവരെയാണ് ഇവർ മാതൃകയായിട്ട് കാണുന്നത്. ആ മാതൃകയ്ക്ക് അനുസരിച്ച് മാത്രമേ ഇവർക്ക് വളരാനാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതിൽ ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ കലാലയങ്ങളിൽ ഇന്തിഫാദ നടത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോഴും അതിതീവ്ര മുസ്ലിങ്ങളിൽപ്പെട്ട ക്യാമ്പസ് ഫ്രണ്ടിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള കുറച്ച് കുട്ടികള് കലാലയങ്ങളിലുണ്ട്. അതൊക്കെ ഇവരിലേക്ക് ചേർക്കാൻ എന്ത് ചെയ്യണം? അവരെ ആകർഷിക്കാൻ വേണ്ടി ഇഫ്താർ പാർട്ടി നടത്തേണ്ടി വരും, അവരെ ആകർഷിക്കാൻ വേണ്ടി പലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ടി വരും, അവരെ ആകർഷിക്കാൻ വേണ്ടി ജൂതന്മാരെ കൊന്നൊടുക്കാനുള്ള മുറവിളിയായിട്ടുള്ള ഇന്തിഫാദ എന്ന് പേരിടേണ്ടി വരും. അത്യന്തം അപകടകരമായ ഒരു അവസ്ഥയിലാണ് കേരളത്തിലെ ക്യാമ്പസുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പക്ഷേ പരസ്യമായിട്ടൊരു വേദന പറയാനുണ്ട്. ഇന്നലെയാണെന്ന് തോന്നുന്നു രാഷ്ട്രപതി ലോകായുക്തയുടെ ബില്ലിൽ ഒപ്പുവെച്ചത്. അത് നമ്മുടെ ഗവർണർ നടത്തിയ പോരാട്ടങ്ങൾക്ക് കിട്ടിയ വലിയ തിരിച്ചടി തന്നെയാണ്. നമ്മുടെ ഗവർണർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, അഴിമതി നടത്തുന്ന മന്ത്രിമാർ ആ സ്ഥാനം പോവും, MLA-മാരാണ് ആ സ്ഥാനം പോകണം എന്നുള്ളതാണ്. ഇവിടുത്തെ ലോകായുക്ത കുറച്ച് സ്ട്രിക്റ്റ് ആണ്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ, അഴിമതി നടത്തിക്കൂടെ ഒരു കുഴപ്പമില്ല, സ്ഥാനം പോവില്ല എന്നുള്ള അവസ്ഥയായി. അപ്പൊ ഗവർണർ ആരായി? ഗവർണറെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തേച്ചൊട്ടിച്ച മാതിരിയായി. അപ്പോ ഇപ്പോഴും ഈ വിഷയത്തിൽ ഗവർണർ ഇടപെട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാല് എന്താണ് നടക്കുന്നതെന്ന് എന്നെപ്പോലുള്ള സാധാരണക്കാരായ രാഷ്ട്രീയ പക്ഷപാതിത്വം ഇല്ലാത്തവർക്ക് മനസ്സിലാവുന്നില്ല. ഈ SFIക്കെതിരെ പോരാടിയാലും CPM-നെതിരെ പറഞ്ഞാലും നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയാണുള്ളത്. അത് മാറുന്നത് തന്നെയാണ്. കാരണം ഇത് രാഷ്ട്രീയ വിജയങ്ങൾക്ക് വേണ്ടിയിട്ട് വിജയനോട് പല രീതിയിലും നീക്കമൊക്കെ നടത്തുമ്പോൾ വിജയനും വിജയന്റെ കൂട്ടരും ആ വൈതാളികരും ക്രൂരത വെടിയുകയില്ലെന്ന് മാത്രമല്ല, അവരിത് മുമ്പത്തേക്കാൾ പൂർവാധികം ശക്തമായിട്ട് നമുക്കെതിരെ ഉപയോഗിക്കുകയും ചെയ്യുന്നുള്ള ബുദ്ധി നമുക്ക് എന്നാണ് ഉണ്ടാവുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകം മുതൽ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള RSS പ്രവർത്തകരുടെ കൊലപാതകം വരെയുള്ള കൊലപാതകങ്ങളിൽ ഈ പാർട്ടിയും അതിന്റെ യുവജന പ്രസ്ഥാനവും അതിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനവും നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിനിങ്ങും അവർ നടത്തുന്ന ആയുധ ശേഖരണം. ഉദാഹരണം പറഞ്ഞാല് കോഴിക്കോട് ആർട്സ് കോളേജിൽ ഒരിക്കലും ഒരു സംഭവം ഉണ്ടായി. കോഴിക്കോട് ആർട്സ് കോളേജിൽ ഇതുപോലെ ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടായപ്പോ അവിടെ ഒരു മുറി അനുവദിച്ചിരിക്കുകയാണ് പ്രിൻസിപ്പൽ SFIക്കാർക്ക് ആയുധം കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട്. SFIക്കാർക്ക് ആയുധം സൂക്ഷിക്കാൻ കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും ഒരു മുറി അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അവർ വിജയിക്കുന്ന എല്ലാ ക്യാമ്പസുകളിലും അവർക്ക് ആയുധം, ഇടിക്കട്ട, അതുപോലെ ഇരുമ്പ് വടികള്, പൈപ്പുകള്, മറ്റ് ആയുധങ്ങൾ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്യാമ്പസുകളിൽ മുറി ഒരുക്കി കൊടുക്കുന്ന പ്രിൻസിപ്പൽമാരാണ് കേരളത്തിലുള്ളത്. അവരും ഭയന്നിട്ടാണ്, അവർക്കും ജീവനും ഭയമുണ്ട്. ഭരിക്കുന്നത് ഈ പാർട്ടിയാണ്. വീണ്ടും വീണ്ടും അവർ ജയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് നമ്മൾ. അപ്പൊ ഇതിന്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് വെച്ചാല്, അതിശക്തമായിട്ട് നിയമ സംവിധാനം ഇടപെട്ടില്ലെങ്കിൽ വളരെ വലിയ അപകടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗവർണർ ഇടപെട്ടു എന്ന് കണ്ടാൽ ഉറപ്പിച്ചോളൂ, SFI ജയിച്ചു. കാരണം ഗവർണറെ തോൽപ്പിക്കണമെന്ന് കരുതിയിരിക്കുന്നവരുണ്ട്. ഗവർണർ എന്തു പറഞ്ഞാലും പുറമേ കൈയടിച്ചിട്ട് അയാൾക്കിട്ട് പണി കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഗവർണർ ഇത് അന്വേഷിച്ചിരുന്നു എവിടെ എത്താൻ പോകുന്നില്ല. അത് എന്റെ വ്യക്തിപരമായ നിരീക്ഷണമാണ്. ഈ സർക്കാർ അഴിമതിയിൽ മുങ്ങിപ്പൊളിച്ചു നിൽക്കുന്ന ഈ സർക്കാരിനെതിരെ ഗവർണർ നടത്തിയ പോരാട്ടത്തിന് എന്താണ് അവസാനം ഉണ്ടായത്? ഗവർണർ ഒറ്റയ്ക്ക് മഴയത്ത് നിന്ന പോലെ ആയില്ലേ? അതേ അവസ്ഥയാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഇതൊന്നും നടക്കില്ല. നാളെ വേറൊരു വിഷയം വരുമ്പോൾ നമ്മളെല്ലാം അതിലേക്ക് തിരിയും. പക്ഷേ ഈ ഒരു ദിവസം നമുക്ക് പറയാനുള്ള കാര്യം പറയാമല്ലോ. ഈ ഒരു ദിവസം ജനൻ TV ചർച്ചയ്ക്ക് എടുത്തതിൽ വലിയ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കാരണം ഇവിടെ എല്ലാ ക്യാമ്പസിലും ഇടിമുറികളുണ്ട്. അത് തന്നെയാണ് സിദ്ധാർത്ഥിന് സംഭവിച്ചത്. സിദ്ധാർത്ഥിനെ ഇടിമുറിയിലാക്കിയിട്ട് ഇടിച്ച് പരിവം എന്നിട്ട് സ്ട്രാങ്കുലേറ്റ് ചെയ്തിട്ട്, അതായത് കഴുത്തിൽ കയറ് മുറുക്കി കൊന്നതായിരിക്കാനാണ് വലിയ സാധ്യതയുള്ളത്. അത് ചെയ്യാൻ മാത്രമുള്ള ധൈര്യം എവിടുന്ന് വരുന്നു? ആൾക്കൂട്ട വിചാരണ നടത്തി താലിബാൻ കോടതികൾ പോലെ SFI പ്രവർത്തിക്കുന്നതിന് ആര് നിർബാധം സൗകര്യമൊരുക്കി കൊടുക്കുന്നു? പോലീസ് എവിടെ? ഞാൻ ചോദിക്കുന്നത്, ഈ 100 കണക്കിന് കുട്ടികൾ ആരും പോലും ഫോൺ എടുത്തിട്ടൊന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരാൻ തയ്യാറാവാത്തത് താലിബാനോട് അഫ്ഗാനിസ്ഥാനിലെ വിദ്യാഭ്യാസമില്ലാത്ത ജനങ്ങൾക്കുള്ള പേടിയാണ്. ഇവിടെ ഒരു മെഡിക്കൽ കോളേജിലെ വിദ്യാസമ്പന്നരായ കുട്ടികൾക്ക് SFIയോടെന്ന് പറഞ്ഞാൽ താലിബാനേക്കാൾ അപകടമാണ് കമ്മ്യൂണിസം എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്.